വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഗൈസ് അങ്ങനെ വീണ്ടും ഗൈസ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D നമ്മുടെ വെബ് സീരീസ് വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നേക്കണം. ഓക്കെ ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D നിങ്ങളൊക്കെ നമ്മളെന്തായാലും പുതിയൊരു കിടുക്കാച്ച വെബ് സീരീസ് വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നേക്കണം. ഞാനാണെങ്കിൽ ഇന്നലെ എന്തായാലും ഒരു ഷോർട്ട് വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് എന്തായാലും ഉണ്ടായിരുന്നു. നമ്മുടെ ഈ എപ്പിസോഡ് ഇപ്പോൾ ഇടുന്ന ഈ ഒരു വീഡിയോ പാർട്ടിൻ്റെ ഒരു ട്രെയിലർ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്തിട്ട് എന്തായാലും ഉണ്ടായിരുന്നു. വെച്ചാൽ കമ്മിങ് സൂൺ എന്നൊക്കെ പറഞ്ഞ് എന്തായാലും ഞാൻ റിലീസൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ഇട്ടിട്ട് എന്തായാലും ഉണ്ടാക്കി. ഇത് ആ വീഡിയോ കേരളൊക്കെയാണ്. ഇത് നമ്മുടെ പാർട്ട് 29 തോന്നണേ. 9 8 എന്താണെന്ന് തോന്നണം. കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പോൾ എല്ലാവരും എന്നാലും ഇതിലോട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണം കൊണ്ട് എനേബിൾ ചെയ്താൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോഴും എന്തായാലും നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നതാണ്. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഓക്കെയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഫൈനലി ഗൈസ് എനിക്ക് എന്തായാലും എല്ലാവരുടെയും ഒരു ഹാപ്പി ന്യൂസുകളൊക്കെ പറയാനായിട്ടുണ്ട്. നമ്മുടെ ചാനലുകളൊക്കെ ഫൈനലി ഗൈസ് 503 സബ്സ്ക്രൈബേഴ്സുകളൊക്കെ ഫൈനലി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 500 ആണെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ 3 ഹിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വളരെ 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 ബിഗ് താങ്ക്സ് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കും ചെയ്തവർക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബുകളൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ല ബിഗ് താങ്ക്സ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് എന്തായാലും 500 സബ്സ്ക്രൈബേഴ്സ് അടിക്കാൻ പറ്റും. ഇനി ഒരു 500 കൂടെ ആയിക്കഴിഞ്ഞാൽ 1K ആണ്. അതെങ്ങനെയെങ്കിലും നമുക്ക് പെട്ടെന്ന് എത്തിക്കണം. അപ്പോൾ അതിന് എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യണം. ഇതിലൂടെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തിട്ടുണ്ട് ലൈക്ക് ചെയ്യുക. അത് മാത്രമല്ല വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ എന്തായാലും കാണാം. എല്ലാം നല്ല പൊളി കിടുക്കാച്ച വീഡിയോകളൊക്കെയാണ്. ഇന്നത്തെ ഒരു വെബ് സീരീസ് വീഡിയോ പൊളി വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോകളൊക്കെ നൈസായിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ലെറ്റ്സ് ഗോ സ്റ്റാർട്ടഡ്. ഓക്കെ ഗായ്സ്, ഇവിടെ ഇപ്പോൾ ഗൈസ് എന്തായാലും നമ്മളെന്തായാലും വീട്ടിലുകളൊക്കെ എന്തായാലും നിൽക്കുകയാണ്. അപ്പോൾ അവസാനത്തെ വീഡിയോകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഗൈസ്, നമ്മളാണെങ്കിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള 2 ലക്ഷറി വണ്ടികളൊക്കെ എന്തായാലും പർച്ചേസ് ചെയ്തിട്ട് എന്തായാലും ഉണ്ടായിരുന്നു. അത് വേറൊരു വണ്ടികളാണ്, നമ്മുടെ ലാൻഡ് റോവർ ഡിഫൻഡറാണ്. നമ്മളാണെങ്കിൽ വലിയൊരു ടീമിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാണ് ഈ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ. ലാൻഡ് റോവർ ഡിഫൻഡർ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിയും കാര്യങ്ങളും. നൈസ് എന്ന് വെച്ചാൽ നൈസ് വണ്ടി എന്ന് വെച്ചാൽ നൈസ് വണ്ടികളൊക്കെയാണ്. പൊളി സാധനവും കാര്യങ്ങളൊക്കെയാണ്. ഒന്നും പറയാല്ല, കിടുക്കാച്ച് വണ്ടിയും കാര്യങ്ങളൊക്കെയാണ്. നൈസ് സാധനവും കാര്യങ്ങളൊക്കെ ആണ് കേസൊക്കെ. ഞാൻ ഷിൻചാനൊക്കെ പോയി എടുത്തതാണ്. ഷിൻചാനുകളൊക്കെ മുകളിലെന്തോ നിൽക്കുകയാണ്. ഇത് മാത്രമല്ല, ഞാൻ ഒരു വണ്ടിയും കൂടെ എടുത്തിരുന്നു. അതെന്തിനാണെന്നാണ് ഞാൻ എന്തായാലും പറയാനായിട്ട് എന്തായാലും പോകണം. സത്യം പറഞ്ഞാൽ ഇന്ന് എന്തായാലും കേസ് നമ്മുടെ ലാമറിൻ്റെ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെയാണ്. ഇന്ന് നമ്മുടെ ലാമറിൻ്റെ ബർത്ത്ഡേ ആണ്. നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ഫ്രണ്ട് ലാമറില്ലേ കേസ്, നമ്മുടെ ലാമറിൻ്റെ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ലാമറിന് കണക്കെ നമ്മുടെ ഫ്രാങ്ക്ലിന് കണക്ക് കൊടുക്കാനായിട്ട് പോകുന്ന ഒരു ബർത്ത്ഡേ ഗിഫ്റ്റുകളൊക്കെയാണ് നമ്മൾ രണ്ടാമതെടുത്താൽ ഏതാണ് ലാൻഡ് റോവർ ഡിഫൻഡർ എന്ന് പറയുന്നത്. ഈ വണ്ടി നമുക്കാണ്. ഇത് നമ്മുടെ പേഴ്സണൽ വെഹിക്കിളാണ്. ഇത് നമ്മുടേതാണ്. അതല്ലാതെ നമ്മൾ ഒരു വണ്ടി കൂടെ എടുത്തല്ല, അത് നമ്മൾ വേറെ സ്ഥലത്ത് കൊണ്ടിട്ടിരിക്കുകയാണ്. അത് നമ്മുടെ ലാമറിനാണ്. ലാമറിന് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഒരു വണ്ടിയാണ്. അതല്ലാതെ ഷിൻചാന് നമുക്ക് എപ്പോഴെങ്കിലും ഒരു വണ്ടിയും ഞങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. ഷിൻചാന് ഞങ്ങളൊക്കെ വണ്ടിയൊന്നും തന്നെ ഇല്ല. നമ്മുടെ ബാക്കിയുള്ള വണ്ടികളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ സ്വിഫ്റ്റ് ഇതൊക്കെ കിടപ്പുണ്ട്. അച്ഛൻ്റെ ഫോർച്യൂണർ, നമ്മുടെ സ്കോർപ്പിയോ, നമ്മുടെ താറൊക്കെ ഇവിടെ തന്നെ കിടപ്പുണ്ട്. ഈ വണ്ടികളൊക്കെ ഓക്കെയാണ്. ഇതെല്ലാം ഓക്കെയാണ്. നമ്മുടെ ഏതാണ് ഫോർച്യൂണർ എല്ലാം സർവീസ് ചെയ്ത് കൊണ്ടിട്ടിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ ഫെറാറി, നമ്മുടെ ഫെറാറി, അങ്കിളിൻ്റെ ആ ഒരു ഫോർച്യൂണർ, പിന്നെ ബൈക്ക് സൈക്കിളൊക്കെ സെറ്റാണ്. നമുക്കൊരു കാര്യം ചെയ്യും, നമുക്ക് എന്തായാലും ഫസ്റ്റ് തന്നെ പോയി എന്തായാലും ഷിൻചാനെ പോയി വിളിച്ചിട്ട് കേക്കും പിന്നെ വേറെ കുറേ സാധനങ്ങളും കണക്കെ വാങ്ങാനായിട്ട് എന്തായാലും ഉണ്ട്. നമ്മളെന്തായാലും വണ്ടിയും കാര്യങ്ങളൊക്കെ എന്തായാലും കേസ് അവൻ്റെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിട്ടാണ് നമ്മളെന്തായാലും റിവീൽ ചെയ്യാനായിട്ട് എന്തായാലും പോകണത്. അവൻ എന്തായാലും എടുത്തതെന്ന് വെച്ചാൽ ഒരു വൈറ്റ് കളർ ലാൻഡ് റോവർ ഡിഫൻഡർ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു വണ്ടികളൊക്കെ അവനെ ഞാൻ കാണിച്ചു കൊടുക്കാനായിട്ട് പോകണമെന്ന് വെച്ചാൽ അവൻ്റെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിട്ടാണ്. പാർട്ടികളൊക്കെ നമ്മുടെ ഈ ഒരു വീട്ടിൽ വെച്ചാണ് നടക്കണം. എന്ന് വെച്ചാൽ ഫ്ലാറ്റിൽ വെച്ച് വേണ്ട കേസൊക്കെ. ഫ്ലാറ്റിൽ വെച്ചപ്പോൾ വണ്ടി കാണിക്കും. എന്നിട്ട് ആ വണ്ടിയിൽ തന്നെ ഒക്കെ അവനെ നേരെ എന്തായാലും ഇങ്ങോട്ട് കൊണ്ടുവരും. അതൊക്കെ നിങ്ങൾ ട്രെയിലറിൽ കണ്ടാണ് ഇന്നലത്തെ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും പോയി ഷിൻചാനെ വിളിച്ചിട്ട് വരും. എടാ ഷിൻചാനെ ഒന്ന് വാടാ, നമുക്ക് ലാമർ ചേട്ടനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയി. ഇന്ന് അവൻ്റെ ബർത്ത്ഡേ ആണ്. ഫ്രാങ്ക്ലിൻ ചേട്ടാ, എനിക്കതറിയാം ചേട്ടാ. ഒരു മിനിറ്റ് ചേട്ടാ, ഞാൻ ഇപ്പോൾ വരാം ചേട്ടാ. ഒരു സെക്കൻഡ്, ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യും ചേട്ടാ. ഒരു കാര്യം ചെയ്യും, വണ്ടിയെ കൊണ്ട് റെഡി ആയിരുന്നില്ലേ, ഞാൻ അതാ വരണം. ആടാ ഷിൻചാനെ, നീ പെട്ടെന്നാ. ഇവിടെ ഇപ്പോൾ ഷിൻചാൻ പെട്ടെന്ന് വരുമെന്നൊക്കെ പറഞ്ഞു. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ വണ്ടിയിലങ്ങ് കയറിയിരിക്കാം.
ക്യാഷ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇവിടെ വെച്ചാണ് പാർട്ടി അറേഞ്ച് ചെയ്യാനായിട്ട് പോകണം. ഓക്കെ, കുറേ ഫ്രണ്ട്സിനെയും വിളിച്ചിട്ടുണ്ട്. ഓക്കെ, ഞങ്ങളുടെ ഓക്കെ ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ഡിഫൻഡർ കൊണ്ട് നേരെ വെളിയിലോട്ട് ഇറങ്ങിക്കുക. ഓക്കെ, കുറച്ച് സ്പീഡ് ഇറക്കാം, അല്ലെങ്കിൽ ഈ സാധനം ഇറങ്ങത്തില്ല. ഓക്കെ, പുതിയ വണ്ടിയാണ്. ഓക്കെ, അവൻ്റെ വണ്ടി നമ്മൾ വേറെ സ്ഥലത്ത് കൊണ്ടുപോയി മാറ്റിയിട്ടിരിക്കുകയാണ്. ലെസ്റ്ററിനൊരു ഡിഫൻഡർ കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ അത് സർവീസ് സെൻറ്ററിൽ കിടക്കുകയാണ്. അതൊന്ന് ഓർക്കുന്നുണ്ടാന്ന് അറിഞ്ഞൂടാ. വലിയൊരു സീനൊക്കെ ആയി, വണ്ടികളൊക്കെ ഫുള്ളായിട്ട് ഇടിച്ച് പൊളിക്ക് തവിട് പൊളിയെ പോയിട്ട് എന്നാലും ഉണ്ടായിരുന്നു. അതിപ്പം നമ്മുടെ ഏതാണ് നമ്മളാ ഒരു റേസറില്ലേ, നമ്മുടെ കാർ റേസറില്ല, അങ്ങേരെ കൊല്ലാനായിട്ട് നമ്മൾ ആ വണ്ടിയൊക്കെയാണ് യൂസ് ചെയ്തതുകൊണ്ട് ആ വണ്ടി ഫുള്ള് സ്പോട്ട് ചെയ്ത് കംപ്ലീറ്റ്ലി അതിൻ്റെ ഈ നമ്പർ പ്ലേറ്റ് എല്ലാം റിവീലായി പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആ വണ്ടിയൊക്കെ വലുതായിട്ട് എന്തായാലും ഇറക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, കൂടിപ്പോയ 1-2 വർഷം അത് ഇറക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, പെർമനൻ്റ്ലി. ഓക്കെ, വേണമെങ്കിൽ ചിലപ്പോഴൊക്കെ വേണമെങ്കിൽ ഇറക്കാം, അല്ലെങ്കിൽ ഫുള്ളായിട്ട് രജിസ്ട്രേഷൻ മാറ്റണം, നമ്പർ പ്ലേറ്റൊക്കെ ചേഞ്ച് ആക്കണം. പക്ഷെ അത് ഇച്ചിരി പണിയാണ്. ഓക്കെ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ലെസ്റ്റർ ഇപ്പോൾ നോക്കണം. ഓക്കെ, ലെസ്റ്റർ ഭയങ്കര വിഷമമാണ് ആ വണ്ടി ഇറക്കാൻ പറ്റാത്തതുകൊണ്ട്. ഓക്കെ, അതും എടുത്തുകൊണ്ടാണ് നമ്മൾ പോയത്. നമ്മുടെ താറും എടുത്തുകൊണ്ട് എങ്ങനെ പോയിരുന്നെങ്കിൽ ആ വണ്ടി ഇറക്കാനേ പറ്റില്ലായിരുന്നു. ഓക്കെ, നമ്മുടെ ഒരു വണ്ടിയാണെങ്കിൽ പോലീസുകാരുടെ കൈ കിടക്കുകയാണ്, നമ്മുടെ മറ്റേ ഫോർച്യൂണർ. ഓക്കെ, അങ്ങനെ എല്ലാം പോയി കിടക്കുകയാണ്. ഓക്കെ, ഷിൻജാൻ എന്താണ് വരാത്തത്? എടാ ഷിൻജാനൊന്ന് വാടാ. ഫ്രാങ്ക്ലിൻ ചേട്ടാ ഞാൻ ഇതാ എത്തി. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ ഫൈനലി ഗൈസ് നമ്മുടെ ഷിൻജാനുകളൊക്കെ എന്തായാലും വണ്ടി ഒന്ന് കയറി. എടാ ഷിൻജാനെ, നമുക്ക് ലാംബർ ചേട്ടനുള്ള സാധനങ്ങൾ വാങ്ങണ്ടേ? ഫ്രാങ്ക്ലിൻ ചേട്ടാ, പാവോലെ ലാംബർ ചേട്ടനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാം. മെയിനായിട്ടുള്ള ഗിഫ്റ്റ് നമ്മുടെ കയ്യിലുണ്ടല്ലോ, ലാൻഡ് റോവർ ഡിഫൻഡർ. അതേപോലത്തെ ഒരെണ്ണം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എടാ ഷിൻജാനെ, നീ വിഷമിക്കണ്ടാണ്, നിനക്ക് നല്ലൊരു ഇന്ത്യൻ കാർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ വല്ലതും കിട്ടിയാ ഞാനും ഹാപ്പി ആവും. നീ കരയാതെടാ ഷിൻജാനെ, നിനക്ക് ഞാൻ തന്നിരിക്കും. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് എന്തായാലും ഫസ്റ്റ് എന്തായാലും ഇങ്ങനത്തെ ഡെക്കറേഷൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങണ കടയിലോട്ട് പോകുക. ഞാൻ ഇതെടുത്തതെന്ന് വെച്ചാൽ ഇതിലാകുമ്പോൾ കുറച്ചുകൂടെ സ്ഥലമുണ്ട്. ഓക്കെ അല്ലാടാ ഷിൻജാനെ? ഫ്രാങ്ക്ലിൻ ചേട്ടാ, നമുക്ക് കുറേ സാധനങ്ങൾ വാങ്ങാണ്ടേ. നമുക്ക് എന്നിട്ട് ബേക്കറി പോയി നമുക്ക് കേക്ക് വാങ്ങണം. കേക്ക് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഒരു കിഡിലെ കേക്കാണ്. നമുക്കിപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങണം, ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയ. ബേക്കറിയിലോട്ടൊക്കെ പിന്നെ പോവാം. ഓക്കെ, ഇതാണ് കേസ് ആ ഒരു കട. ഓക്കെ, അപ്പോൾ ഞാനും ഫ്രാങ്ക്ലിൻ ചേട്ടനോട് കയറി ഫുൾ സാധനങ്ങളൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്തിട്ട് ഇപ്പോൾ വരാമേ. കുറേ സാധനങ്ങൾ നമുക്ക് വാങ്ങാനുണ്ട് കേസ്, നിങ്ങൾ വിചാരിക്കണ പോലെ അല്ല, കുറേ സാധനങ്ങൾ വാങ്ങാനായിട്ടുണ്ട്. ഓക്കെ, പിന്നെ ബർത്ത്ഡേക്ക് ഇടാനായിട്ട് ഫ്രാങ്ക്ലിൻ ചേട്ടൻ ഒരു ഡ്രസ്സും കൂടെ വാങ്ങണം. ഓക്കെ, എനിക്ക് വാങ്ങണം കേസ്, അതുകൊണ്ടാണ്. ഓക്കെ, ഷിൻജാൻ ഇറങ്ങിയോടാ. അപ്പം ഞങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത് ഫുള്ളായിട്ട് ആ ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാം സെറ്റായിട്ട് എന്നാലും വരാൻ കേസ്. ഓക്കെ, അതാണ് ഇനി നിങ്ങൾ കാണാനായിട്ട് പോകണം. ഓക്കെ, 2000 years later. ഓക്കെ ഗായ്സ്, ഇവിടെ ഇപ്പോൾ ഫൈനലി ഗൈസ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം തന്നെ എന്തായാലും പർച്ചേസിങ്ങളൊക്കെ ചെയ്തിട്ട് എന്തായാലും ഉണ്ട് ഗൈസ്. ഓക്കെ, ഞാൻ ഇവിടെ GPay ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഓക്കെ, നല്ല പൈസ ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, പ്രത്യേകിച്ച് ബർത്ത്ഡേയുടെ സാധനങ്ങൾക്ക് തന്നെ ഏകദേശം ഒരു 30,000 രൂപ ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അത്രയ്ക്ക് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഷിൻജാൻ. ഓക്കെ, നമുക്ക് ലാംബറിൻ്റെ ബർത്ത്ഡേ അടിപൊളിയാക്കും. ഓക്കെ, പിന്നെ ഡ്രസ്സിനാണ് കൂടുതൽ പൈസയായി. ഓക്കെ, എൻ്റെ ഈ ഡ്രസ്സിനെല്ലാം കൂടെ തന്നെ ഏകദേശം 50,000 രൂപ സംതിങ് ഒക്കെ ആയി ഗൈസ്. ഞാനൊരു വലിയൊരു നമ്മുടെ മറ്റേ കോട്ട് പോലത്തെ ഒരു ഡ്രസ്സാണ് വാങ്ങിച്ചത്. ഓക്കെ, ആർമിയുടെ അടിച്ചേ. പിന്നെ ചുമ്മാ ഒരു ബാഗ് കൂടെ വാങ്ങിച്ചു, ചുമ്മാ ഫാഷൻ ഗൈസ്. പിന്നെ നമ്മുടെ ഷോർട്ട്സാണ് ഞാൻ വാങ്ങിച്ചത്. ഒരു വൈറ്റ് കളർ ഗൈസ്, നല്ല രസമായിട്ട് കാണാനായിട്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ഷിൻജാനാണെങ്കിൽ ഒരു കിടുക്കാച്ച ഡ്രസ്സാണ് വാങ്ങിച്ചത്. ഓക്കെ, ഷിൻജാന് തന്നെ കേസ് 40,000 രൂപ സംതിങ് ആയി. എനിക്ക് 50,000, ഷിൻജാന് 40,000. ഓക്കെ, അവൻ പിന്നെ വേറെ എന്തൊക്കെ സാധനങ്ങൾ എടുത്ത് കേസ്. ഓക്കെ, എല്ലാം വണ്ടി കയറ്റിട്ടുണ്ട്. ഓക്കെ, എടാ ഷിൻജാനെ വാടാ. ഫ്രാങ്ക്ലിൻ ചേട്ടാ ഞാൻ ഇതാ എത്തി. ഇന്ന് ഞാൻ അടിച്ച് പൊളിക്കൂ, ഇഷ്ടം പോലെ സാധനങ്ങൾ. അതല്ല ഗൈസ്, നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കാൻ കയറിയ കടയിലാണെങ്കിൽ വേറെ എന്തൊക്കെയോ ഇവന് പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ എന്തൊക്കെയോ കുറേ ടോയ്സൊക്കെ ഉണ്ടായിരുന്നു. ഇവൻ്റെ മെയിൻ സാധനം ടോയ്സ് അല്ല, RC കാറാണ്. ഇവ എത്ര 10,000 രൂപയുടെ ഏതൊരു RC കാറെന്ന് വാങ്ങിച്ചാൽ അതാണ് ഇത്രയും വില. ഇവൻ്റെ ഡ്രസ്സിന് ഏകദേശം എല്ലാം കൂടെ ഒരു 30,000 രൂപ സംതിങ് ഒക്കെ ആയുള്ളൂ. RC കാറിനാണെന്നുള്ളത് ഇത്രയും വില. അല്ലേടാ ഷിൻജാനെ? ഫ്രാങ്ക്ലിൻ ചേട്ടാ, എനിക്കത് ഇഷ്ടപ്പെട്ടു പോയി. ഒരു സെറ്റ് ഇരുന്നാണ് 3 കാർ വരണം, പക്ഷെ അതിന് 60,000 രൂപ. ഫ്രാങ്ക്ലിൻ ചേട്ടാ ഒന്ന് പോടാ അവിടെ നിന്ന്. 60,000 രൂപയൊക്കെ RC കാർ വാങ്ങാൻ നിനക്ക് എന്താ വട്ടാണോ? ഒന്ന് പോടാ അവിടെ നിന്ന്, ഇത്രയൊക്കെ മതി. ഇതൊക്കെ തന്നെ ഇപ്പോൾ ഓവറായി പോയി. അധികം പൈസക്ക് വാങ്ങണ്ട, ഇതൊക്കെ മതി. നിനക്കിപ്പോൾ അല്ലല്ലോ വാങ്ങണ്ട, ലാബറിൻ്റെ ബർത്ത്ഡേ അല്ല, അതിനെന്തിനാ നിനക്ക് സാധനങ്ങൾ വാങ്ങണ? നിൻ്റെ ഒരു കാര്യം. ഓക്കെ, നമ്മളങ്ങനെ ഫൈനലി ഇവിടെ ഇപ്പോൾ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വണ്ടികളൊക്കെ കിടപ്പുണ്ട്. അല്ല നമ്മുടെ വെയിറ്റ് മിനിറ്റ്.
വെയിറ്റ് മിനിറ്റ്. വണ്ടി ഇങ്ങനെ ഇടാം. വണ്ടി എടുക്കാൻ എളുപ്പത്തിനിടാം. എടുക്കാൻ എളുപ്പത്തിൽ മീൻസ് സാധനങ്ങൾ എടുക്കാൻ എളുപ്പത്തിനിടാം. ഓക്കെ, തിരിച്ചിടാം. നമ്മുടെ സ്വിഫ്റ്റ് കാണാനില്ല. എടാ ഷിൻചാൻ, നമ്മുടെ സ്വിഫ്റ്റ് എവിടാ? ഫ്രാങ്ക്ലിൻ ചേട്ടാ, അതാണ് ഞാൻ നോക്കണ. നമ്മുടെ സ്വിഫ്റ്റ് എവിടെ പോയി? ചിലപ്പം മറ്റേ അങ്കിളും പിന്നെ മറ്റേ ഫ്രാങ്ക്ലിൻ ചേട്ടൻ്റെ അച്ഛനും കൂടെ എങ്ങോട്ടെങ്കിലും എടുത്തോണ്ട് പോയി കാണാം. ആടാ ഷിൻചാൻ, അവരെങ്ങോട്ടെങ്കിലും എടുത്തോണ്ടേ കാണും. ഇവിടെ ഫോർച്യൂണർ കിടപ്പുണ്ട്. ശരിയാണെടാ ഷിൻചാൻ, അവരെടുത്തോണ്ട് പോയടാ. നിക്കി, അവർ വീടിൻ്റെ അകത്തുണ്ടാ നോക്കട്ട്. ശരിയാണ്, നീ പറയാൻ ശരിയാണെടാ ഷിൻചാൻ, അവർ വെളിയിലെന്തോ പോയി. മിക്കവാറും ലാമറിൻ്റെ ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ വിളിക്കാൻ പോയതായിരിക്കും. ഓക്കെ, പിന്നെ നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ അച്ഛൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മോനാണ് ലാമർ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ അച്ഛനും പിന്നെ ലാമറിൻ്റെ അച്ഛനും തമ്മിൽ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് വല്ലതും വാങ്ങാൻ പോയതായിരിക്കും. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. എടാ ഷിൻചാനെ വാടാ, നമുക്കിവിടെ ഒരുക്കി ഒന്ന് സെറ്റാക്കാം. ഇവിടെ ഒരു ടേബിൾ ഇടാണ്ട്, എന്നിട്ട് നമുക്ക് കേക്കൊക്കെ ഇവിടെ വെക്കണം. ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഇവിടെ വേണ്ട, അകത്തിട്ടാലാ, അതൊക്കെയല്ലേ ഒരു രസം. അല്ലെങ്കിൽ വേണ്ടടാ ഷിൻചാനെ, നമ്മുടെ വീട്ടിൽ ഇവിടെ ഒരു റൂം ചുമ്മാ അടക്കല്ലോ, നമുക്ക് ഇവിടെ വെച്ചാലാ? ഫ്രാങ്ക്ലിൻ ചേട്ടാ, നമുക്ക് ഇവിടെ വെക്കാം. ഓക്കെ ഗായ്സ്, അപ്പം ഞാൻ ഫ്രാങ്ക്ലിൻ ചേട്ടനും കൂടെ ഇവിടെ ഇതൊക്കെ ഫുള്ളായിട്ടൊന്ന് സെറ്റാക്കി ആ കേക്കൊക്കെ ഒന്ന് ഇവിടെ ഒന്ന് സെറ്റാക്കിയിട്ടൊന്ന് വെച്ചിട്ട് വരാം. ഓക്കെ, ഫ്രാങ്ക്ലിൻ ചേട്ടാ വാങ്ങുമ്പോൾ വണ്ടി ഇതൊക്കെ എല്ലാം എടുക്കാം. എടാ വാടാ ഷിൻചാനെ, നമുക്ക് പോയി എടുക്കാം. ഓക്കെ ഗായ്സ്, അങ്ങനെ ഫൈനലി ഗൈസ് ഇവിടെ ഇപ്പം ഞാൻ ഷിൻചാനും ഇവിടെ കുറേ ടൈമുകളൊക്കെ എടുത്ത് എന്തായാലും ഗൈസ് കംപ്ലീറ്റ്ലി ഗൈസ് എന്തായാലും സെറ്റപ്പ് ആക്കിയിട്ട് എന്തായാലും ഉണ്ട്. ഇവിടെ ഫ്രണ്ടിൽ കിടന്ന് നമ്മുടെ വണ്ടികളൊക്കെ എടുത്ത് ബാക്കിലോട്ട് എടുത്തിട്ട് ഓക്കെ, ഇവിടെ നമ്മുടെ ഫോർച്യൂണർ ഉണ്ട്, എൻ്റെ ബാക്കിൽ അങ്കിളിൻ്റെ ഉണ്ട്, അതിൻ്റെ ബാക്കിലായിട്ട് പിന്നെ അച്ഛൻ്റെതുണ്ട്. ഓക്കെ, അതിൻ്റെ പുറകിലായിട്ട് നമ്മുടെ സ്കോർപ്പിയോ ഉണ്ട്. ഇവിടെ തട്ടിയിട്ടൊന്നും ഇല്ലല്ലോ, ചെറിയൊരു ഡിഫറൻസിലാണ് നടക്കുന്നത്. തട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ബാക്കിലത്തെ ബമ്പർ ഡാമേജ് ആവും. ഓക്കെ, ഫോർച്യൂണറുണ്ട്. ഓക്കെ, സ്കോർപ്പിയോയുടെ ഡാമേജ് ആവും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ GTR അങ്ങോട്ട് കയറ്റി പാർക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ട് സൈഡിലോട്ട് കയറ്റിയിട്ട്. അച്ഛൻ്റെ ഫെറാറി ഇങ്ങോട്ട് കയറ്റിയിട്ട് എന്തായാലും ആരെങ്കിലും വരണമെങ്കിലാ ചിലപ്പോൾ കുറേ പേര് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഗസ്റ്റുകളൊരു അവരെ വണ്ടി ചിലപ്പോൾ ഇങ്ങോട്ട് ഇടാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അപ്പുറത്തെങ്കിലും പാർക്ക് ചെയ്യും. ഓക്കെ, അതൊക്കെയാണ്. ഓക്കെ, പിന്നെ അതേപോലെ നമ്മൾ ഇതിൻ്റെ ഇൻറ്റീരിയർ കംപ്ലീറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. കേക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് ചുമ്മാ ഒരു ഫാഷൻ കേസ്, ഇതിൻ്റെ മണ്ടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പിന്നെ എൻ്റെ മണ്ടയ്ക്ക് വേറെ എന്തോ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. കേക്ക് നൈസാണ്, ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ഞാൻ ഷിൻചാനും കൂടെ വാങ്ങിച്ചേക്കാം. അല്ലേടാ ഷിൻചാനെ? ഫ്രാങ്ക്ലിൻ ചേട്ടാ, അടിപൊളി സാധനം കേട്ടോ. ഞാൻ എൻ്റെ ചെറിയൊരു ക്രീമിൻ്റെ ഒരു അറ്റം ഇരുന്ന് അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യുന്ന കേക്ക്. സൂപ്പർ സാധനം. എടാ ഷിൻചാൻ, ആരാ പറയുന്നത് എന്നോട് നക്കാൻ? എന്ത് കഷ്ടോടെ ഇതിൻ്റെ കാര്യം. ഫ്രാങ്ക്ലിൻ ചേട്ടാ, പറ്റി പിടിച്ചതാണ്, ഞാനെല്ലാം കേക്കിനൊന്നും പറ്റിയില്ല. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നീ വന്ന് വണ്ടി കയറും, നമുക്ക് എല്ലാം പറഞ്ഞാൽ വിളിച്ചിട്ട് തരാം. അപ്പോഴത്തേക്ക് ഇവിടെ എല്ലാവരും വരും. ഓക്കെ, ഷിൻചാനെ വന്ന് കയറാ. ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഒന്ന് വണ്ടി തിരി, എന്നിട്ട് ഞാൻ കയറാം. ഓക്കെ ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഓക്കെ ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഇനി വണ്ടി ഇട്, പറപ്പിച്ചോട്ടോ, നേരെ ലാമർ ചേട്ടൻ്റെ ഒരു ഫ്ലാറ്റിലോട്ട് കിട്ടോ, ഒന്നും നോക്കണ്ട. ആടാ ഷിൻചാൻ, നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ ഫൈനലി ഗൈസ് ഞാനും ലാമറും കൂടെ അങ്ങനെ ഫൈനലി ഗൈസ് എന്തായാലും ഇവിടെ ഇപ്പോൾ എന്തായാലും വന്നിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, അല്ല ലാമറിനെ എന്തായാലും പിക്ക് ചെയ്തിട്ട് എന്തായാലും ഉണ്ട് ഗൈസ്. ഓക്കെ, നമ്മുടെ ഷിൻചാനും കേരളമൊക്കെ പിന്നെ എന്തായാലും അവിടെ എന്തായാലും നിപ്പുണ്ട് ഗൈസ്. ഓക്കെ, ലാമറുകളൊക്കെ ഇതൊന്നും കണ്ടില്ലെന്ന് തോന്നുന്നു. ലാമറുകളൊക്കെ നമ്മുടെ പുറകെ വരാണ്. അവൻ്റെ അവിടെ എന്തായാലും ഇതൊന്നും തന്നെ പറഞ്ഞിട്ടൊന്നും തന്നെ ഇല്ല. ഓക്കെ, നമുക്ക് എന്തായാലും ലാമറിനെ ഇവിടെ എന്തായാലും കൊണ്ടുവരാം. എടാ ലാമറ എന്ന് വാടാ. എന്തോടോ ഫ്രാങ്ക്ലിനോ നീ എന്നെ വിളിച്ചത്? എന്തോ സംഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ. അത് പിന്നെ ഒരു കാര്യം പറയാനാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. എടാ ലാമറേ, ഇത് പറയാനാണോ? ഗിഫ്റ്റൊന്നും ഇല്ലേ? എടാ നമ്മുടെ കയ്യിൽ വലിയ പൈസയൊന്നും ഇല്ലടാ. നിൻ്റെ കയ്യിൽ ലോട്ട്സ് ഓഫ് ക്യാഷ് ഉണ്ടല്ലോ, എന്നിട്ടൊന്നും ഇല്ലെന്നൊക്കെ പറയണ. അത് പിന്നെടാ, ഞാൻ ക്യാഷൊക്കെ വെച്ച് ഗിഫ്റ്റ് വാങ്ങാൻ നിന്നപ്പോൾ നല്ല കിടുക്കാച്ച് ഗിഫ്റ്റൊന്നും കിട്ടിയാ നിനക്കുള്ള. നിനക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നല്ലൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിരണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്, പക്ഷെ അത് നടന്നില്ല. അത് പിന്നെ എപ്പോഴെങ്കിലും വാങ്ങിച്ചേരാടാ. പക്ഷെ എന്നാലും എനിക്ക് ആകെ വിഷമമായി പോയടാ. ഞാൻ വിചാരിച്ച് നീ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ല അടിപൊളി മില്യൺ ഓഫ് വെതിപ്പിക്കണ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഒന്നും കിട്ടിയില്ലല്ലോ. കരയാതേടാ എല്ലാം പറയേ. ഒരു സംഭവം കാണിച്ചേരട്ടാ, ഇത് കണ്ട, അതാണ് എൻ്റെ പുതിയ വണ്ടി കണ്ട. നീ അങ്ങനെ പുതിയ വണ്ടിയൊക്കെ എടുത്തല്ലേ?
ഏത് ഈ ബ്ലാക്ക് കളർ ലാൻഡ് റോവർ ഡിഫൻഡറാ? ആടാ, ഇതാണ് ഞാൻ പുതിയതായിട്ട് എടുത്ത വണ്ടി. ഓ നൈസ് വണ്ടി കേട്ടോ. ഇത് എനിക്കിതേപോലത്തെ ഒരെണ്ണം കിട്ടിയിരുന്നെങ്കിൽ. എടാ ലാമറെ, എന്താടാ വിഷമിക്കണ? നിനക്കൊരു ഓടിയില്ലടാ. അതൊക്കെ പഴയതല്ലേ. എന്നാൽ പിന്നെ ഞാൻ ഒരു സംഭവം കാണിച്ചു തരട്ടാടാ ലാമറെ. എന്താണോടാ ഫ്രാങ്ക്ലിന്, ഈ കിടക്കണ വണ്ടിയില്ലേ, ഇതേപോലെ തന്നെ ഒരു വണ്ടി അപ്പുറത്ത് കിടപ്പുണ്ടല്ലോ. ഏത് ഈ ഡിഫൻഡറോ? ഇതിവിടെ ഏതോ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളുടെ അല്ലേ? നീ ഒന്ന് സൂക്ഷിച്ച് നോക്കിയോക്കടാ ലാമറെ. ഈ വണ്ടി ഇത്രയും നാളായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന? ഇല്ലല്ലോ. അതേപോലെ തന്നെ ലാൻഡ് റോവർ ഡിഫൻഡറുള്ള ആരും ഇതിൻ്റെ അകത്ത് താമസിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഇത് ആരതായിരിക്കും? മനസ്സിലായ? എനിക്കൊന്നും മനസ്സിലായില്ല. സർപ്രൈസ്! ഹാപ്പി ബർത്ത്ഡേ ടു യു ലാമർ ചേട്ടാ. എൻ്റെ വകയുള്ളൊരു ഗിഫ്റ്റാണ് ലാമർ ചേട്ടാ. എന്നെ മാത്രമല്ല, ഞാനും ഫ്രാങ്ക്ലിൻ ചേട്ടനും കൂടെ പോയി വാങ്ങിച്ചൊരു കിടുക്കാച്ച ഗിഫ്റ്റാണിത്. എന്താണ് ഈ സർപ്രൈസ് എന്ന് പറയണതാ? എടാ ലാമറെ, സൂക്ഷിച്ച് നോക്കടാ. എടാ, ഈ കിടക്കണ ലാൻഡ് റോവർ ഡിഫൻഡർ നിനക്കാണടാ. ഇതാണ് ഞാൻ കൊണ്ടുവന്ന ഗിഫ്റ്റ്. എനിക്കോ? അപ്പോൾ നീ നേരത്തെ പറഞ്ഞു നീ ഒന്നും വാങ്ങിച്ചില്ലാന്ന്. എടാ ചുമ്മാ നീ പറയണല്ലേ, എന്നെ പോലീസിൻ്റെ കൈ പിടിപ്പിക്കാനല്ലേ വല്ല അവൻ്റെ വണ്ടി എടുത്ത്. എടാ പൊട്ടാ, നീ ഒന്ന് ശ്രദ്ധിച്ച് നോക്കടാ. എൻ്റെ വണ്ടി നിൻ്റെ വണ്ടി ഒരേപോലെ അല്ലേ ഇരിക്കണം? അപ്പം ഇത് ഞാൻ എടുത്തതല്ലേ. നീ എന്ത് വിഡ്ഢിയടാ ലാമറെ. എടാ, ഇത് നിനക്കുള്ള ഗിഫ്റ്റടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ലാമർ ചേട്ടാ, ഫ്രാങ്ക്ലിൻ ചേട്ടൻ പറയണത് 100% ശരിയാണ്. ഇത് ഞാനും ഫ്രാങ്ക്ലിൻ ചേട്ടനും കൂടെ ചേർന്ന് ചേട്ടന് ഒരുക്കിയൊരു ഗിഫ്റ്റാണ്. ധൈര്യമായിട്ട് ലാമർ ചേട്ടാ വണ്ടി എടുത്തോ. പിടിച്ചോ. ഇപ്പോൾ വിശ്വാസമില്ല. എന്നാലും എടാ, നീ എനിക്ക് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചോ. താങ്ക് യുടാ ഫ്രാങ്ക്ലിന്. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ട്. വാടാ, നമുക്ക് ഇതൊക്കെ എടുത്തോണ്ട് റൈഡിനൊക്കെ പോവാം. ആടാ, ഒരു മിനിറ്റ്, എൻ്റെ വണ്ടി അതിലൊക്കെ ഇടല്ലേ. എൻ്റെ വണ്ടി ആരെങ്കിലും എടുത്തോണ്ടോ? എടാ ലാമറെ, കോൾ അടിച്ചല്ലോടാ. ഒരു ഔഡിയുമായി അതേപോലെ തന്നെ ഒരു ഡിഫൻഡറായി. അതൊക്കെ അത്രേ ഉള്ളൂ. ഒറ്റ അടിക്കാനും എനിക്കൊരു പുതിയ ഡിഫൻഡറൊക്കെ കിട്ടി. ഓ നൈസ് വണ്ടി. എടാ, ഞാൻ പാസഞ്ചർ സീറ്റ് ഇരിക്കും. എടാ ഷിൻചാരൻ, നീ ബാക്കി കയറാ. ഫ്രാങ്ക്ലിൻ ചേട്ടാ. എടാ ലാമറ, നീ വണ്ടി ഇട്. ആടാ. ഓ എൻ്റെ ആകുമ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഡിഫൻഡർ കയറണ തന്നെ. ഞാൻ വിചാരിച്ചു നീ പുതിയ വണ്ടിയൊക്കെ എടുത്തോണ്ട് എനിക്കും ഒരു പുതിയ വണ്ടിയൊക്കെ എടുക്കാൻ തോന്നി. എന്തായാലും നീ ഇപ്പം എനിക്ക് ഗിഫ്റ്റായിട്ട് ഈ ഒരു കിടുക്കാച്ച വണ്ടി ചെയ്തല്ലോ. താങ്ക്യൂടാ ഫ്രാങ്ക്ലിനെ. ഓ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടടാ ഫ്രാങ്ക്ലിനെ ഈ വണ്ടി. എൻ്റെ ആകുമ്പോൾ നൈസ് വണ്ടി കേട്ടാ. വണ്ടി ഓഫ് റോഡൊക്കെ പടിപടിയായിട്ട് പോവല്ലേ? ആടാ, പിന്നെ എന്താ സംശയം നിനക്ക്? അല്ല, ഇതാരാണ് വിളിക്കണ? എടാ, ഇത് എൻ്റെ അച്ഛനാണേ. ഒരു മിനിറ്റേ. ഓക്കെ ഗായ്സ്, ഇത് മിക്കവാറും മറ്റേ സർപ്രൈസിൻ്റെ കാര്യം പറയാനാണ്. സത്യം പറയാൻ സർപ്രൈസ് ഒന്നും തീർന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് മാറി അച്ഛനെ വിളിക്കാം. അച്ഛാ, എന്താ അച്ഛാ വിളിച്ചാ? മോനെ, ഞാൻ നിന്നോട് ഒരു കാര്യം പറയാനാണ് വിളിച്ചാ. ഇന്ന് ലാമറിൻ്റെ ബർത്ത്ഡേ അല്ലേ? അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വലിയൊരു പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ. നീ ഒരു കാര്യം ചെയ്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള എല്ലാ വണ്ടികളും ഞാൻ ഒരാളെ കൊണ്ട് ഫുള്ളായിട്ട് എടുത്ത് മാറ്റി. ഫ്രണ്ടിൽ കിടന്ന മാത്രമല്ല, ബാക്കിൽ കിടന്ന വണ്ടികളും എടുത്ത് മാറ്റി. അല്ല, എൻ്റെ സ്കോർപ്പിയോയുടെ ബാറ്ററിയൊക്കെ പോയി കിടക്കണം. അതൊക്കെ എങ്ങനെ എടുത്ത് മാറ്റി? മോനെ, അതൊക്കെ ഞങ്ങൾ തള്ളി അങ്ങ് വെളിയിലോട്ടങ്ങ് എടുത്തിട്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ വണ്ടികൾക്ക്? ഒന്നുമില്ല, എല്ലാ വണ്ടികളും അങ്ങ് എടുത്ത് മാറ്റി. ആൾക്കാരെ ഇഷ്ടം പോലെ പേരെ വിളിച്ചിട്ടുണ്ട്. ഞാനും വിളിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ അവൻ്റെ അച്ഛനും വിളിച്ചിട്ടുണ്ട്. ഇതൊന്നും പക്ഷെ അവൻ അറിഞ്ഞിടല്ലോ. ഇല്ല അച്ഛാ, അവനൊന്നും തന്നെ അറിഞ്ഞിട. സർപ്രൈസായിട്ട് കൊടുത്ത്. ഞാൻ ഇവിടെ ഇപ്പോൾ വണ്ടി അവന് കൊടുത്തിട്ടുണ്ട്. വണ്ടി അവന് ഇഷ്ടപ്പെട്ടാ? ലാൻഡ് റോവർ ഡിഫൻഡർ അവന് ഇഷ്ടപ്പെട്ടാ? അതല്ലാതെ എൻ്റെ വക അവനൊരു വണ്ടി വാങ്ങിച്ചു കൊടുക്കണം പിന്നെ എപ്പോഴെങ്കിലും. അതൊക്കെ പിന്നെ വാങ്ങിച്ചെടുക്കാൻ. ഇപ്പം ഇതൊക്കെ മതി. അപ്പോൾ വണ്ടികളൊക്കെ എടുത്ത് മാറ്റിയ സ്കോർപ്പിയോ ഇങ്ങനെ തള്ളി വെളിയിലോട്ട് എടുത്തിട്ട്. മോനെ, അതൊക്കെ ഇച്ചിരി പണിയായിരുന്നു. അതൊന്നും കുഴപ്പമില്ല. നീ ഇപ്പോൾ വീട്ടിൽ വാ. ഇവിടെ ഇപ്പം ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, ഇപ്പം വരണ്ട, നൈറ്റ് വാ. നൈറ്റിലാണ് നമ്മുടെ പാർട്ടി സെറ്റാക്കിയേക്കണം. നൈറ്റിലാ? ഇതൊക്കെ എപ്പോഴും? എൻ്റെ കൂടെ അവരൊക്കെ പറഞ്ഞത് രാവിലെയെന്ന്. അതെ മോനെ, നൈറ്റിലാണ് നമ്മുടെ പാർട്ടി. നീ നൈറ്റ് വാടാ. നൈറ്റിലാണ് നമ്മുടെ പാർട്ടി. രാവിലെ അല്ല, രാവിലെ ഒരു ഗുമ്മില്ല. രാത്രിയാണ് എല്ലാവരും വരും. ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ആൾക്കാർ പറഞ്ഞാൽ. നീ ഒരു കാര്യം ചെയ്യാം, അവനെയും കൊണ്ട് ബീച്ചിലൊക്കെ പോയി ചില്ലി. അപ്പോഴത്തേക്കും എല്ലാവരും സെറ്റാവും. ഒരു കാര്യം ചെയ്യാം, അവനെയും കൊണ്ട് ബീച്ചിലൊക്കെ പോയി ചില്ലൊക്കെ ആയിട്ട് വരാം. ശരി അച്ഛാ. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഫുള്ളായിട്ട് എല്ലാം മാറിയേക്കാണ്. നമുക്കിപ്പം ലാമറിനെ സർപ്രൈസായിട്ട് അത് കാണിക്കണമെങ്കിൽ ഇച്ചിരി ടൈമൊക്കെ വേണം. ഓക്കെ,
വണ്ടികളൊക്കെ അങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കണേ ഉള്ളൂ ഓക്കെ. അതുകൊണ്ട് എന്നോട് കാര്യം ചെയ്തു നമുക്ക് നൈസായിട്ട് ബീച്ചിൽ പോകെ. എടാ ലാമറ നീ വണ്ടി എടുത്തോണ്ട് നേരെ ബീച്ചിൽ പോടാ. അതെന്തോടാ നമ്മൾ അല്ല നമുക്ക് നേരെ വീട്ടിൽ പോയായിരുന്നു. എൻ്റെ അച്ഛനെ കണ്ടിട്ട് വരായിരുന്നു. അത് പിന്നെ ആയാലും കാണാമല്ലോ, എൻ്റെ വണ്ടി ഇവിടെ ഉണ്ടല്ലോ. എടാ നീ ഒരു കാര്യം ചെയ്യും, ഇപ്പം നേരെ ബീച്ചിലോട്ട് പോകും. നമുക്ക് കുറച്ച് നേരം ചില്ലിയിട്ട് നൈറ്റിൽ വരാം. ആടാ ശരിയാടാ, നമുക്ക് രാത്രിയൊക്കെ ആകുമ്പോൾ വരാം. എടാ ലാമറ ഇന്നത്തെ ചില്ലിങ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ പൊന്ന് ഫ്രാങ്ക്ലിന് ഒന്നും പറയല, സൂപ്പർ. നീ തന്ന ബർത്ത്ഡേ ഗിഫ്റ്റാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എനിക്ക് പിന്നെയും നിറയെ ഓടിക്കാൻ തോന്നുന്നു ഈ ഒരു വണ്ടി. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ വണ്ടി, ഈ ഒരു ലാൻഡ് റോവർ ഡിഫൻഡർ സൂപ്പർ വണ്ടിയുടെ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. ഓക്കെ ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ ഫൈനലി ഗൈസ് നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ട് എന്തായാലും ഉണ്ട് ഗൈസ്. ഓക്കെ അല്ലടാ ഫ്രാങ്ക്ലിനാ, നിൻ്റെ വീട്ടിലെന്താടാ ഇത്ര ആൾക്കാരുടെ വണ്ടികളൊക്കെ? അതോ നീ പുതിയതായിട്ട് എടുത്ത വണ്ടികളാ? ഒന്ന് പോടാണ്, ഇത്രയും വണ്ടികളൊക്കെ എനിക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? അല്ല പിന്നെന്താടാ ഇത്ര ആൾക്കാർ? ഇവിടെ എന്തെങ്കിലും സീനുണ്ടോ? ഒരു സീനുമില്ല, അകത്ത് കയറി നമുക്ക് നോക്കാം കാര്യം എന്താണെന്ന്. നീ ഒരു കാര്യം ചെയ്യ, വണ്ടി ഇവിടെ പാർക്ക് ചെയ്യും. ആടാ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നൈസായിട്ട്. ഓക്കെ നമുക്ക് ഫ്രാങ്ക്ലിൻ്റെ വീട്ടിലോട്ട് കയറാം. എടാ ലാമറ ഇറങ്ങി വേടാ. ആടാ ഞാൻ ഇറങ്ങി വരാം, വെയിറ്റ് 1 മിനിറ്റ്. ഓക്കെ ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ലാമറ കണക്ക് വരുന്നുണ്ട്. എടാ ഷിൻചേട്ടാ നീ വേടാ. ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ ഞാൻ ഏതാ വരണേ? ഓക്കെ ഗൈസ്, ഇപ്പോഴാണ് ഗൈസ് നമ്മുടെ സർപ്രൈസ് ഞങ്ങൾക്ക് ഫൈനലി റിവീൽ ചെയ്യാനായിട്ടുള്ള ടൈം. ഓക്കെ ഇവിടെ എല്ലാം സെറ്റാണ്, ഇവിടെ കേക്കും എല്ലാ സാധനങ്ങളും എല്ലാം ഓക്കെയാണ്, എല്ലാം സെറ്റാണ്. എടാ ലാമറ ഇങ്ങോട്ട് വാടാ. ആടാ ഞാൻ ഇതാ പറഞ്ഞ 1 സെക്കൻഡ്. എടാ ഫ്രാങ്ക്ലിന് ഇവിടെ എന്തെങ്കിലും സീനുണ്ടാടാ? ഇവിടെ ആരും തന്നെ ഇല്ലല്ലോ. അത് മാത്രമല്ല വീടിൻ്റെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടിരിക്കണേ, പക്ഷെ ഫാനൊക്കെ ഇറങ്ങണമല്ലോ. എടാ ലാമറ ഇഞ്ഞു വാടാ. സർപ്രൈസ്! അല്ലോ ഇതെന്തോട്? ഇതൊക്കെ എന്തോട്? നിങ്ങളെല്ലാരും കൂടെ എനിക്ക് വലിയ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്താ? ആ മോനെ ഞാനും എല്ലാരും കൂടെ അറേഞ്ച് ചെയ്താണ്. താങ്ക് യു അങ്കിൾ, എനിക്ക് വളരെയധികം സന്തോഷമായി. എടാ ഷിൻചാനെ ഫ്രാങ്ക്ലിന് എല്ലാവർക്കും ബിഗ് താങ്ക്സ്. അച്ഛന് ബിഗ് താങ്ക്സ്. മോനെ പാർട്ടിയൊക്കെ എങ്ങനെ ഇഷ്ടപ്പെട്ടോ? ആ അച്ഛാ എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ട്. എടാ ലാമറ എങ്ങനെയൊക്കെ ഉണ്ടാ? എൻ്റെ ഐഡിയ കൊള്ളാമോ? ഗിഫ്റ്റും കിട്ടി, വലിയൊരു പാർട്ടി കിട്ടി. താങ്ക്യൂടെ ഫ്രാങ്ക്ലിന്, ഞാൻ ഒരിക്കലും മറക്കാത്ത വലിയൊരു കിടുക്കാച്ച് ബർത്ത്ഡേ പാർട്ടിയാണിത്. എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല രീതിക്ക്. അപ്പം ഞാനങ്ങ് കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോണേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ ലാമർ ചേട്ടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്രയുള്ള കേസാണ് ഇന്നത്തെ ഒരു വെബ് സീരീസ് വീഡിയോ. കേരളക്ക് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബർത്ത്ഡേ സെലിബ്രേഷനിലേക്ക് ആയിട്ടുള്ള കിടിലെ വീഡിയോയും കേരളമൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ. ഓക്കെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിലൂടെ ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ എടുത്തോളാം. ബെല്ലൈക്കണം കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ വീഡിയോസ് കണക്ക് നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നതാണ്. ബാക്കി ചാനലെല്ലാം തന്നെ ഓക്കെയാണ്. അപ്പോൾ പുതിയൊരു കിട്ടുന്ന വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ. ടേക്ക് കെയർ. എല്ലാവർക്കും ബൈ.